മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനാണ് ഈ മുന്നിൽ കാണുന്നത്. മഴക്കാലത്ത് മുംബൈയുടെ കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് കാണാം. ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. CSMT റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡ് അവിടെയാണ്. മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് നേരിട്ട് ബസ് സർവീസൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കാണാം. ഈ ഡബിൾ ഡെക്കർ ബസ് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകും, അതായത് NCPA. അപ്പോൾ നമ്മളെന്തായാലും ഇതിൽ യാത്ര പോകുന്നുണ്ട്. ഇത് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന ബസ്സാണ്, ചലോ ബസ്. NCPA ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് നവീനിത ഇവിടെ നിന്ന് എടുക്കുവാണ്. വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതന്നെയാണ് തോന്നുന്നത്. നമ്മളിവിടെ ക്യൂ നിൽക്കണം. ഇനിയും ബസ്സുകൾ വരുന്നുണ്ട്. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മഴ കൂടി. ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണിത്. മഴ ആയതുകൊണ്ടും തിരക്കിനൊന്നും ഒരു കുറവുമില്ല. ശരിക്കും ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ചെറിയ പൈസക്ക് തന്നെ നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ പോകാമല്ലോ. അങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്ത് NCPA ഭാഗത്ത് നമ്മളെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് എത്തിയേ. മഴ സമയത്ത് കടലിൻ്റെ ഒരു കാഴ്ചയാണ്. കുട കയ്യിലുണ്ടായാലും ആൾക്കാർ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കൂടുതൽ ആൾക്കാരും റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. മഹാലക്ഷ്മിയിലേക്ക് പോകാനുള്ള ലോക്കൽ ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഗ്രാൻഡ് റോഡ് എന്നൊരു സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ വണ്ടി എത്തുന്നത്. ഈ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞത് മുംബൈയുടെ ഒരു ലൈഫ് ലൈനാണ്. പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും എല്ലാവരും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. പെട്ടെന്നാണ് ഇതിൻ്റെ സ്പീഡ് കയറുന്നത്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തുറസായ അലക്ക് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, ധോബിഘട്ട്. ഞങ്ങൾ ഇവിടേക്ക് ഒരു 3 വർഷം മുന്നേ വന്നിട്ട് മുഴുവൻ വീഡിയൊക്കെ പകർത്തിയതാണ്. അലക്കാനുള്ള ഒരു കല്ലൊക്കെയാണ് ഈ താഴെ ഭാഗത്തായിട്ട് കാണുന്നത്. പിന്നെ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും വെള്ളം കയറുമല്ലോ. അങ്ങനെയുള്ള ഒരു കാഴ്ചയും കൂടെ ഇവിടെ കാണാം. അലക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ആ ഒരു ചേട്ടൻ അവിടെ. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ടാക്സിയിലേക്ക് നേരെ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ്. മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലെത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ ദത്താജ് മഹൽ പാലസ് ഹോട്ടലും കാണാം. ഇവിടെ ഈ ഒരു മഴയത്തും നല്ല ആൾക്കാർ തന്നെയാണ്.